മായ ചിന്തനം രണ്ടും മായ ബ്രഹ്മം ലക്ഷണശൂന്യം അച്ഛിദ്യം നിർവികാരം എന്നിരിക്കാൻ തൊഴിലാദ്യചിന്തനത്തെ എന്നിരിക്കണം നില ബന്ധമോക്ഷങ്ങൾ അറ്റതെന്നതും സംസാരാതിക്രമങ്ങളൊക്കെ ബദ്ധവും ഇതിനെ സാധിപ്പാനായി സകല കഥകളും ഇതിന് ഭാഗവതം ഭക്തിയും മുഖ്യവും ഈ കഥ കേൾപ്പിക്കും ജനത്തിനും മുക്തിയും വരും മറ്റു വേണ്ടതൊക്കെയും സിദ്ധം ആകയാൽ ഭാഗവതം ചിന്തിച്ചു മനസ്സിങ്കൽ ഏകദേശമായി തന്നെ തോന്നിയിടും ജനങ്ങൾക്ക് വന്നിടും ഫലം ഇല്ല വണ്ണമെന്നത് വേറെ ഇന്നു ഞാൻ പറയുന്നത് എന്തേനോ മുനിമാരേ. മഞ്ഞിടത്തിങ്കൽ ജന്മം ചെയ്യുന്ന ഫലമെല്ലാം ഒന്ന് സംഭവിക്കുമോ എന്നുള്ളതേ പറയേണ്ടു. ഭക്തന്മാരായുള്ളവർ ശീലിക്കുന്ന ലോകനായകൻ കഥാസല്ലായി വസിക്കുന്ന ഏവമെല്ലാമേതുള്ളി മാമുനിമാർക്കു സൂരൻ കേവലം ഗുരുപാദം വാഴ്ത്തി വന്ദിച്ചുകൊണ്ടു മാമുനിമാരുമായി മോദമോടിരുളിരു മാമുനിമാരായി അനുഗ്രഹീതനായ ശൂദൻ വിശാരണ്യത്തിൽ കൂടിയിരുന്ന 88,000 ഋഷിവര്യന്മാർക്ക് ശൂദൻ ഭാഗവത കഥ ചൊല്ലിക്കൊടുത്തു. എന്നിട്ട് ആ ലോകനായകന്റെ കഥാസല്ലാപാൽ വസിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞ് ആ വാമനിമാരാൽ അനുഗ്രഹീതനായിട്ട് അവിടെ വിരാജിക്കുന്നു സൂതൻ. എന്നിട്ട് സൂതൻ ഇനി പറയുന്നത്, ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കഥകളിലൊക്കെ ചിലപ്പോൾ ചില പോരായ്മകളൊക്കെ സംഭവിക്കാനിടയുണ്ട്. എന്തെങ്കിലും കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് സഹൃദയരായിരിക്കുന്ന ഉള്ളുണർന്നിരിക്കുന്ന സജ്ജനങ്ങൾ അതൊക്കെയും ക്ഷമിച്ച് ഭക്തി വ്യക്തികളില്ലെന്നാകിലും സൂതനെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ ഇവിടെ വന്ന് വളരെ ദൂരെ നിന്നാണ് ഞങ്ങൾ വരുന്നത്. വളരെ ദൂരെ നിന്നിവിടെ വന്ന് നിങ്ങൾക്ക് ഭാഗവത കഥകളൊക്കെ ചൊല്ലിത്തന്നു. അതിൽ ചിലപ്പോൾ പിഴകൾ ഉണ്ടായേക്കാം. അങ്ങനെ പിഴകളോ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉള്ളുണർന്നിരിക്കുന്ന സജ്ജനങ്ങളായ ഈ നാട്ടിലെ എല്ലാ വ്യക്തികളും അത് ഭക്തിപൂർവ്വം മനസ്സിലാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണം. ഭക്തിയോ വ്യക്തികളോ ഒന്നും തന്നെ ഞങ്ങൾക്കില്ലെങ്കിലും ഞങ്ങളെയും അനുഗ്രഹിക്കണം. മേലിൽ ഇതുപോലെയുള്ള കഥകൾ ചൊല്ലാനുള്ള അനുഗ്രഹം നിങ്ങളിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആ ഭാഗമാണ് ഇവിടെ പാരായണം ചെയ്യുന്നത്. അതേ ഉള്ളൂ ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിച്ചു. കുറ്റങ്ങളെല്ലാം സച്ചിദാത്മാക്കൾ തെളിഞ്ഞിരിക്കും സജ്ജനങ്ങളൊക്കെയും ക്ഷമിക്കുകയും ചെയ്ത് എനിക്ക് അനുഗ്രഹം ഭക്തി വ്യക്തികളിൽ നിന്നാകലും ചെയ്യണം. കരുണാത്മാക്കളായ ഭക്താന്തരത്തിലും കരുണാത്മകനായ മധുരവരനായി കരുണാവാരിരാശിയാകിയ ഭഗവാൻ ധരണീശ്വരന്മാർക്കും സർവർക്കും വണങ്ങും. ഇനി ഉള്ള വരികൾ ഓരോ വരിയായിട്ടുള്ളത് ചൊല്ലിത്തരും. എല്ലാവരും കൂടി ഉച്ചരിച്ച് വേണം ഭാഗവതം സമ്പൂർണമായിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാൻ. പാരായണം ചെയ്ത് ഭഗവാൻ പാദങ്ങളിൽ സമർപ്പിക്കാൻ എല്ലാവരും പങ്കാളികളാകണം. അതുകൊണ്ട് ഓരോ വരിയായിട്ട് ചൊല്ലിത്തരും. എല്ലാവരും ഏറ്റു ചൊല്ലി ഭഗവത് പാദങ്ങളിൽ പാരായണം സമർപ്പിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവ. ഓം നമോ ഭഗവതേ വാസുദേവ. ഓം നമോ ഭഗവതേ വാസുദേവ. സർവത്ര പരിപൂർണമാകിയ
സർവാത്മാവായി സർവസാക്ഷിയും താനായി നിൽക്കും നിർവാണപദത്തിനായിക്കൊണ്ട് വണങ്ങുന്നേ നിർവാണപദത്തിനായിക്കൊണ്ട് ഇതാ വണങ്ങുന്നേ നമോ ഭഗവതേ ഭഗവാൻ തന്റെ പുത്രനാകിയ ബ്രഹ്മാവായി ഭാഗവതത്തെ ഉപദേശിച്ച ഹേതുക്കളും ദേവതാസ്തുതികളും ഒക്കെ മുമ്പേ തന്നെ കേവലം ചൊല്ലി പിന്നെ ചൊല്ലിയതിനു ശേഷമല്ല മേലുമുള്ള അഭിനന്ദിച്ചാൽ അപന്യമായ ഭഗവാന്റെ ശുദ്ധനോ ആനന്ദത്തോടെ വസിച്ചിട്ട് അക്കാലമേ കൈവല്യ ആനന്ദത്തോടെ വസിക്കാലമേ ദേവനില്ലാമേ കൈവല്യ വസിച്ചിട്ട് അക്കാലമേ ശ്രീ മഹാഭാഗവതേ മഹാഭാഗവച്ചനെ ശ്രീ ശ്രീമശൈലക സംവാദേ ദ്വാദശസ്കന്ധം സമാപ്തോ ഓം കൃഷ്ണവേ നമഃ ഓം ബ്രഹ്മണേ നമഃ ഓം ശിവായ നമഃ ഓം വാസുദേവായ നമഃ ഓം നാരായണായ നമഃ ഓം പ്രദ്യുമ്നായ നമഃ ഓം അനിരുദ്ധായ നമഃ ഓം സംഘർഷണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ശുഭം